മോളെ നിന്റെ കൊച്ചച്ഛനെ ഓരോ പദ്ധതിയായിട്ട് വരുന്നുണ്ട്. എന്താ അമ്മി? സത്യനാഥൻ എന്ന് പറഞ്ഞ ആളില്ലേ, ബാലുവിന് 18 ലക്ഷം രൂപ കടം കൊടുത്ത ആള്. ആ സത്യനാഥനെ സെറ്റിൽ ചെയ്യിക്കാൻ വേണ്ടി ഇന്നിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആണോ? ഇത് അമ്മയോട് ആരാ പറഞ്ഞേ? മധു ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രഹ്ലാദം വിളിച്ചു പറഞ്ഞു. പ്രഹ്ലാദൻ ചേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു? ഈ മധു പ്രഹ്ലാദനെ വിളിച്ചേ സത്യനാഥനെ കൊണ്ടിങ്ങ് വരാൻ പറഞ്ഞിട്ടുണ്ട്. മധുവിന്റെ ധാരണ പ്രഹ്ലാദ മധുവിന്റെ ആളാണെന്നാ. പ്രഹ്ലാദൻ ചേട്ടൻ നമ്മുടെ ഭാഗത്താണെന്നുള്ള കാര്യം കൊച്ചച്ഛൻ അറിയില്ലല്ലോ. ഇല്ല, അവനും കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞിരിക്കല്ലേ. എന്തായാലും പ്രമാണം കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ തീരുമാനിച്ചതുപോലെ ആമീന്ന് അവതരിപ്പിച്ചാ മതി. അതത്രേ ഉള്ളൂ. ഞാൻ നോക്കിയോളാം. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ മോളെ വിളിച്ചോളാം. അപ്പോ സത്യനാഥം വരുന്ന വിവരം ഞാൻ അറിയാതിരിക്കാനാ കൊച്ചച്ഛൻ ഇപ്പൊ വയറുവേദന ഉണ്ടായത്. നീ ഇവിടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ പൊളിയോന്നറിയാം. അതാ ഒഴിവാക്കിയത്. ഞാൻ നിക്കണോ അമ്മി? വേണ്ട മോളെ, നീ പൊയ്ക്കോ. ഇത് ഞാൻ നോക്കിയോളാം. ആ സോനാലിയുടെ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഇറങ്ങി പോകാൻ പാടില്ല. ഈ വെയിലും കൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കേ ഇതാ സൗകര്യം. അല്ലെങ്കിൽ നീ നിന്റെ സൗകര്യത്തിനല്ലേ എല്ലാം ചെയ്യുള്ളൂ. നടക്കട്ടെ. എന്റെ പ്രഭേ, ഒരു വഴിക്ക് പോകുമ്പോഴെങ്കിലും പുറകെ അതും ഇതും പറഞ്ഞു വിളിക്കാതെ. അയ്യോ, അപ്പുമോൾ അങ്ങോട്ട് പോയായിരുന്നോ? പോയി. എന്താ മധു, എന്തേലും പറയാനുണ്ടായിരുന്നോ? അല്ല, പോകുമ്പോ കാരണന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ? എന്താ മധു, ഇത്ര അത്യാവശ്യം എന്തായിരുന്നു? അതെ, നമ്മുടെ സത്യനാഥനില്ലേ, ഇങ്ങോട്ടിങ് വരാൻ പറഞ്ഞായിരുന്നു. ഇവിടെ പൈസയുടെ കാര്യത്തിലെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിരുന്നു. എങ്കി പിന്നെ അത് നേരത്തെ പറയണ്ടായിരുന്നോ? അവൾ ഉച്ച കഴിഞ്ഞേ പോത്തുള്ളായിരുന്നല്ലോ. ഈ മധുവേട്ടന്റെ ഒരു മറവി. എന്നോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കൊച്ചിനെ പിടിച്ചു നിർത്തിയേനെ. പ്രഭേ, ഞാൻ തന്നെ മോളോട് പറഞ്ഞ് ഇവിടെ നിർത്താന്നാ വിചാരിച്ചത്. ഈ വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത. ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി. എന്നാ ഞാൻ അവളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്താം. അതൊന്നും വേണ്ട. അവളൊരു നല്ല കാര്യത്തിന് പോയതല്ലേ, ഇനി പുറകിന്ന് വിളിക്കണ്ട. ചേച്ചി, ചേച്ചി, ചേട്ടത്തിയേ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ശിവേട്ടൻ എന്നാ വരുന്നേ? പപ്പയും ശിവേട്ടനും എറണാകുളത്ത് നിൽക്കല്ലേ. ചേംബറിന്റെ മീറ്റിംഗ് കഴിഞ്ഞേ രണ്ടുപേരും വരത്തുള്ളൂ. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറ. എനിക്കിത് ഓപ്പണായിട്ട് പറയാനുള്ള കാര്യമുള്ളൂ. എന്ത് കാര്യമായാലും തീരുമാനം മോളിൽ നിന്നറിയാലോ. പപ്പ തീരുമാനിക്കും നിന്റെ ഏത് കാര്യവും. ചേട്ടത്തി, എനിക്കിപ്പോ എത്ര വയസ്സായി? ഞാനേ പ്രായപൂർത്തിയായ ഒരുത്തനാ, ഇള്ളക്കുട്ടിയൊന്നുമല്ല. എന്റെ കാര്യമെല്ലാം തീരുമാനിക്കാൻ എനിക്ക് തന്നെയാ റൈറ്റ്. അതിലാരും കയറി ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പപ്പയ്ക്കും അറിയാം, മമ്മിക്കും അറിയാം. എന്നാലേ ഉള്ളിലിരിപ്പ് എന്താന്ന് ഓപ്പണായിട്ട് പറഞ്ഞാട്ടെ. ഇതേ ബിസിനസ് കാര്യോ, നിന്റെ തലയിൽ കയറുന്ന കാര്യമല്ല. ശിവേട്ടനെ ഒന്ന് വിളിച്ച് 2014 സർവീസ് ടാക്സിന്റെ മേളിൽ ഒരു ലീഗൽ ഇഷ്യൂ സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓഡിറ്ററുടെ കയ്യിൽ ആ ഫയലില്ലെന്ന് അയാള് പറയുന്നത്. അതുകൊണ്ട് ചേട്ടനോട് ഫ്രീ ആവുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. അല്ലല്ലേ ഞാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ചേട്ടച്ചാര് പണിയൊപ്പിച്ചു വെച്ചേക്കുവല്ലേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്.
ആ വൈഫിന്റെ ഡെലിവറി ഡേറ്റ് ആവാറായില്ലേ? അതെ സർ. ഓക്കെ ഓക്കെ. ഉലഹന്നം വന്നോ? വന്നു സർ, ഉം. നേരത്തെ വന്നു. ഇങ്ങ് വന്നേ. പുള്ളി പെട്ടെന്ന് എങ്ങനെ വണ്ടി എടുത്ത് പോവാണെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. ഓക്കെ സർ. ഓക്കെ. ആ രാജകുമാരനും വന്നല്ലോ. ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. സർ, സർ, ഗുഡ് മോർണിംഗ് സർ. സോണി, സർ. രാത്രി ബീച്ചിൽ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുക, രാവിലെ ഓഫീസിൽ വെച്ച് മുഖത്ത് പോലും നോക്കാതിരിക്കുക. സിദ്ധു ആണെങ്കി അവളെ മൈൻഡ് ചെയ്യുന്നില്ല, അവളാണെ അതിനപ്പുറത്തെ ആക്ടിങ്. ഇന്ന് നിനക്ക് സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് നല്ല ഫയറും കിട്ടൂടി. അതിനുള്ള പണി ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഉലഹന്നൻ സാറിനെ സാറ് വിളിക്കുന്നു. എനിക്ക് പണി കിട്ടി, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. സാറിന് ഇന്ന് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ? ഏയ് ഒന്നുമില്ല. സാർ പുറത്തു പോകുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ചുമ്മാ. സാറേ, നമ്മുടെ രജിസ്റ്റർ ചെക്ക് ചെയ്താൽ മതി സാറേ. 12-ാം തീയതി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് ചെല്ലാന്നും പറഞ്ഞോണ്ടല്ലേ താൻ ഇവിടുന്ന് പോയേ? എന്നിട്ട് താൻ ചെന്നില്ലല്ലോ. നമ്മുടെ കമ്പനി വണ്ടി ഒന്ന് പഞ്ചറായി സാറേ. എടോ, ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണോ? കഴിഞ്ഞ മാസം 7 ദിവസം ലീവ്, 3 ദിവസം ഹാഫ് ഡേ ലീവ്. ഡെലിവറി സെക്ഷനിലും പോയിട്ടില്ല, ഡിസ്പാച്ചിലും പോയിട്ടില്ല. സ്റ്റിച്ചിങ് യൂണിറ്റിലാണെങ്കിൽ എപ്പോഴും ഉണ്ടാവും അഡീഷണൽ ഡ്യൂട്ടി. സാർ, ഞാൻ സ്റ്റിച്ചിങ് ഉടനെ ഇപ്പൊ അധികം പോണില്ല സാറേ. അതെ, അത് ശരിയാ. ഡ്യൂട്ടി ആയിട്ട് പോകുന്നില്ല, ഡ്യൂട്ടി ഇല്ലാതെ പോകുന്നുണ്ട്. സുനന്ദയുടെ നൈറ്റ് ഷിഫ്റ്റ് ഞാൻ ഒഴിവാക്കുക. വെള്ളിയാഴ്ച വരെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ് അവരെയും പറഞ്ഞുവിടും, കൂടെ ഉലഹന്നാനെ. ചെല്ല്, എടോ പോടോ. എന്താടോ? സർ, തനിക്ക് എന്താടോ വേണ്ടേ? എന്റെ ഡിസൈൻ ബുക്ക് സർ. ഡ്രോയിങ് ബുക്ക് എടുത്തോണ്ട് പോ. ഞാൻ
രാവിലെ കോഫി ചോദിച്ച പോലെയാ. അതുകൊണ്ട് തലേക്കോട് ഒഴുകിയായിരുന്നു ഭാഗ്യമായി. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. അതങ്ങ് ചെയ്തോ പോരാ, മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. എന്തോ അത്? ഒന്നുമില്ല സർ. എന്താന്ന് കയ്യില്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല സർ. ഒന്നുമില്ല. എന്താ എന്റെ കയ്യില്? ഒന്നുമില്ല സർ. എന്താടോ? എന്തോ കള്ളത്തരം ഉണ്ടല്ലോ, കൈ കാണിച്ച്. ഇല്ല, ഒന്നുമില്ല. തിരിയാൻ. എന്താ തന്റെ പ്രശ്നം? തനിക്ക് എന്താ വേണ്ടേ? തന്റെ ഉദ്ദേശം എന്താന്ന് പറയും സർ. എന്നെ കുറച്ചു നാളായിട്ട് അലട്ടിയ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാർ ഇന്നലെ എന്നെ സഹായിച്ചില്ലേ? സാറിന്റെ വാക്കുകള് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി. അതിനൊരു താങ്ക്സ് പറയാനായിട്ട് ഞാൻ ഈ പൂക്കള്. താൻ ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ തലേ കൊണ്ട് കിടക്കണോ? അത് അവിടെ തീർന്നു. തന്റെ താങ്ക്സിന് വേണ്ടി കാത്തിരിക്കുന്ന ആളല്ല ഞാൻ. ഒരു മാറ്ററിലൊന്ന് സഹായിച്ചെന്ന് കരുതി ഇന്നു മുതൽ ഞാൻ തന്റെ ഫ്രണ്ട് ആവോ? അതിന്റേതായ സ്വാതന്ത്ര്യം എടുക്കാന്ന് വിചാരിച്ചോ? ആണോ? അങ്ങനെയല്ല സർ, അങ്ങനെയല്ല. ഞാൻ ഹെൽപ്പ് ചെയ്തെങ്കിൽ അത് തന്നോടുള്ള സിമ്പതി കൊണ്ടോ സോഫ്റ്റ് കോർണർ കൊണ്ടോ അല്ല. തന്റെ മനസ്സൊന്ന് ഫ്രീ ആവേണ്ടത് എന്റെ ആവശ്യമോ? ഐ മീൻ എന്റെ ഓഫീസിന്റെ വർക്കിന്റെ ആവശ്യമോ? ചീഫ് ഡിസൈനറായി താൻ തലവച്ചുകൊണ്ടുവരുന്ന അത് ഇവിടുത്തെ ജോലി എഫക്ട് ചെയ്യും. അതൊഴിവാക്കാനായിട്ട് തന്റെ പ്രോബ്ലം പരിഹരിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചാ മതി. അതുകൊണ്ടേ താങ്ക്സ് ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചാ മതി. അവളൊരു പൂച്ചണ്ടുമായിട്ട് വന്നിരിക്കുന്നു. പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞോണം. പ്രമാണം കൊണ്ട് തന്നിട്ടാണ് ക്യാഷ് മേടിച്ചത്. എന്നിട്ട് അമ്മ അന്വേഷിച്ചാൽ അത് പ്രശ്നമാകൂന്ന് അറിയാവുന്നോണ്ട് തിരിച്ചങ്ങോട്ട് കൊടുത്തു. ഡേറ്റ് അറിയാലോ? അറിയാം. ബാലുവിന്റെ മരണത്തിന് 4 മാസത്തിന് മുമ്പ്, അതായത് ഫെബ്രുവരി മാസം 12-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 3:32. പ്രോമിസറി നോട്ടല്ല ഇതിനകത്തുണ്ട്. ആയിക്കോട്ടെ. എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്.
എല്ലാം ഉണ്ട്. ഇരിക്കി ആമി ഇപ്പൊ വരും. ശരി. ഈ ആമി അതുപോലെ ചാരിറ്റി. നമസ്കാരം. നമസ്കാരം. വരൂ, അകത്തേക്ക് ഇരിക്കാം. അയ്യോ, ഇവിടെ നല്ല കാറ്റല്ലേ. ഇന്ത്യ ഒരു വേണ്ട, പരിസ്ഥിതി പ്രവർത്തകൻ. ഇവിടെ വേണ്ട, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എന്നാ ഈ ആമിയുടെ ഒരു കാര്യം. അതായത് ഫെബ്രുവരി മാസം 12-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 3:30. മധു, സത്യനാഥൻ സംസാരിക്കട്ടെ. മധുവാണോ ക്യാഷിന്റെ ഇടപാട്? അല്ലല്ലോ. അല്ല, ഞങ്ങള് വെറും സാക്ഷികൾ അല്ലേ അലിയോ? എന്റെ തെറ്റാ, മൈ മിസ്റ്റേക്ക്. ഒരു നല്ല കാര്യം ചെയ്തെന്നപ്പോ അതിനൊരു സോറി പറയാൻ വേണ്ടി പോയി, അല്ല നന്ദി പറയാൻ വേണ്ടി പോയി. അത് തെറ്റായി പോയി. ഇയാൾ ആരാ? ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഒരു സൊണാലി ഓഫീസ്, ഒരു സൊണാലി ബംഗ്ലാവ്, അതിന്റെയൊക്കെ അഹങ്കാരാ. ആരോട് പറയാൻ? ഇവിടെ മനുഷ്യന്മാര് വന്ന് പണിയെടുക്കണം, അത് മാത്രമേ അങ്ങേരുടെ റൂൾ ബുക്കിലുള്ളൂ. മിണ്ടരുത്, ചിരിക്കരുത്, ഇരിക്കരുത്, നിക്കരുത്, പോകരുത്, വരരുത്, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അയാൾക്ക് തോന്നുമ്പോ ചിരിക്കും, അയാൾക്ക് തോന്നുമ്പോ കരയും, അങ്ങേർക്ക് തോന്നുമ്പോ ബഹളം വെക്കും. ബാക്കി എല്ലാരും അതൊക്കെ കേട്ട് മിണ്ടാതെ ഇവിടെ വന്നിരുന്ന് പടം വരയ്ക്ക. ഇത് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ കൊണ്ടോ മനുഷ്യന്മാര്? ഒരു സോറി പറയാൻ വേണ്ടിട്ട് വലിയ കാര്യത്തില് റോസാപ്പൂവൊക്കെ മേടിച്ചോണ്ട് വന്നതാ. എന്തിനായിരുന്നു? എനിക്ക് എന്തായിരുന്നു ആവശ്യം? മര്യാദ. താൻ ഇപ്പോഴും ഇങ്ങനെ പിറുപുറത്തോണ്ടിരിക്കുകയാണോ? സാർ തന്ന വർക്കിന് ഇതുവരെ പെൻസിൽ കൊണ്ട് തൊട്ടുപോലുമില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സോണിക്ക് ഈ സ്ഥാപനത്തിലിരുന്ന് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നു? ഒരു ടെൻഷൻ ഇല്ലാതെ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഒരു പ്രശ്നവും ഇല്ലേ സോണിക്ക്? ഞാൻ വരുന്നു, ജോലി ചെയ്യുന്നു, അതിനെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അതെ, സോണിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട്. അതെ, ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഓർക്കാപ്പുറത്ത് ഇടിവെട്ടി മഴ പെയ്താൽ നമുക്ക് എന്താ തോന്നുക? മാനത്ത് മഴക്കാറുണ്ടെങ്കിൽ ഓക്കെ, അത് നമ്മളങ്ങ് സഹിക്കും. പക്ഷെ ഈ തെളിഞ്ഞ അന്തരീക്ഷത്തില് പെട്ടെന്നൊരു മിന്നല്, ഇടി, മഴ, കാറ്റൊക്കെ വന്ന അതുപോലെയല്ലേ ഈ സാറിന്റെ സ്വഭാവം? അല്ലെ? ഇതെല്ലാം സഹിച്ച് എങ്ങനെ ഒരാളുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നേ. സോണി പറ സോണി, ഞാൻ ചോദിച്ചത് കറക്റ്റ് അല്ലേ? സാർ. അതെ, സാറിന്റെ കാര്യം തന്നെ ഞാൻ പറയുന്ന. MD സിദ്ധു സാറിന്റെ കാര്യം തന്നെ ഞാൻ പറയുന്ന. സോണി, ഒരു കാര്യം ആലോചിക്കേ. ഒരു താങ്ക്സ് പറയാൻ നമ്മൾ ചെന്ന മനഃപൂർവ്വം നമ്മളെ അവോയ്ഡ് ചെയ്യും. സ്നേഹത്തോടെ ഒരു ഗിഫ്റ്റ് കൊടുത്താൽ അത് മുഖത്തോട്ട് വലിച്ചെറിയും. ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും മൂഡ് ചിലപ്പോ മാറി വരുമായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ മൂഡ് ഈ ടെന്നീസ് ബോളില്ലേ അതുപോലെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്താ നിർത്തി? പറയേ. ഗുഡ് മോർണിംഗ് സർ. അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ സർ. വർക്ക് കണ്ടിന്യൂ ചെയ്യാണ് സർ. നമ്മളിവിടെ വരുന്നത് ജോലി എടുക്കാനല്ലേ, അപ്പൊ ജോലി എടുക്കണം. ഇപ്പൊ കഴിയും, കുറച്ചേ ഉള്ളൂ, ഇപ്പൊ കഴിയും. അങ്ങനെയാ, ജോലി എടുക്കണം. ഇവിടെ വരുന്ന ജോലി എടുക്കാനാ, ജോലി എടുക്കണം. മതിയാക്കുന്നത് അപർണ നല്ലത്. സാറിന്റെ മുന്നിൽ വെച്ച് ആരും ഇതുപോലൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് സാർ തന്നോട് ക്ഷമിച്ചില്ലേ? ഇനി ഇങ്ങനൊരു സംസാരം ഉണ്ടായാ സാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ എന്തിനാ ഈ സാറിനെ ഇങ്ങനെ പേടിക്കുന്നേ? അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ മാത്രം MD-യാ, അല്ലാതെ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളുടെ ഉടമസ്ഥനൊന്നും അല്ലല്ലോ. ആണോ? അതോ ഇവിടുത്തെ MD വല്ല പുലിയോ സിംഹോ എങ്ങാനും ആണോ നമ്മളൊക്കെ അങ്ങ് പിടിച്ചു തിന്നാൻ? ആണോ? താനൊന്ന് നിർത്ത അപർണ ഇത്. സോണി, ഇയാളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ വരുന്നതേ ഇങ്ങനൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, എന്റെ ജോലി ചെയ്യാനാ. എന്റെ കഷ്ടകാലത്തിന് ഞാനൊരു താങ്ക്സ് പറയാൻ പോയി. അതാണോ ഇപ്പൊ പ്രശ്നമായത്? ഈ സബോർഡിനേറ്റ്സിനോടൊക്കെ
ആജ്ഞാപിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. കറക്റ്റാ, അത് കറക്റ്റാ. ആ അത് ശരിയല്ലോ ഉലഹന്നാൻ സാറ്? പ്രത്യേകിച്ച് നമ്മൾ യങ്സ്റ്റേഴ്സിനോട്. ആ അത് കേൾക്കത്. അതാണ് ഉലഹന്നാൻ സാറേ, ഓ ജോലി ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്, ആ അല്ലാതെ ആരുടെ ഔദാര്യം കൊണ്ടൊന്നും അല്ലല്ലോ. അപർണ, ശ്ശേ. സോണി, എന്നെ തണുപ്പിക്കാൻ നോക്കണ്ട. എന്നെ അല്ല, ആ സാറിനെ പോയി തണുപ്പിക്കേ. സാറിന്റെ ശരീരത്തിലൂടെ ദേഷ്യപ്പെടുമ്പോഴേ ഇലക്ട്രിസിറ്റിയാ കടന്നു പോകുന്നത്. 11 kV. അതിന്റെ വോൾട്ടേജ് ഇനിയും കൂടിയാലേ കേൾക്കുന്നവന് മാത്രല്ല പുള്ളിക്കാരനും കത്തിപ്പോവും. കത്തി ചാമ്പലാവത്തേ ഉള്ളൂ. സൈലൻസ്. ഓഫീസ് ടൈം തീരുന്നതിന് മുമ്പ് റഫ് ഡിസൈൻസ് എല്ലാരും തന്നിരിക്കണം. അപർണ തന്നോടാണ് പറഞ്ഞത്, താനാണ് ഇവിടുത്തെ ചീഫ് ഡിസൈനർ. ഓ ഉത്തരവ്. ഇവിടെ നമ്മൾ എല്ലാരും വരുന്നതേ പണിയെടുക്കാനാ. അപ്പൊ പണിയെടുത്തോണം, മിണ്ടരുത്. സൈലൻസ്. ഉലഹന്നാൻ സാറേ, സൈലൻസ്. സാറിനോട് പ്രത്യേകം. മിണ്ടല്ലേ, വരച്ചോ. മിണ്ടരുത്. അപർണ, അപർണ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോ ഒരുമാതിരി ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ഗേൾ ഫ്രണ്ട് ദേഷ്യപ്പെടുന്ന പോലെ ഉണ്ട്. എന്താ ഗേൾഫ്രണ്ടോ? കേട്ടില്ല. ഓ, ഇങ്ങനെ ഒരാളിന്റെ ഗേൾഫ്രണ്ട് ആവുന്നതിനേക്കാളും നല്ലതേ തൂങ്ങിച്ചാവുന്നതാ. ഗേൾഫ്രണ്ട് അതെന്താ അത്രയ്ക്ക് മോശമാണോ നമ്മുടെ MD? ആള് ചെറുപ്പമല്ലേ, ഹാൻഡ്സും അല്ലേ. ഏതൊരു പെൺകുട്ടിയും മോഹിക്കില്ലേ? മോഹിക്കുന്നവരെ മോഹിച്ചോട്ടെ. ഒരു മനുഷ്യനെയാ സ്നേഹിക്കേണ്ടത്, മനുഷ്യനെ. അല്ലാതെ എന്നെ കൊണ്ടത് പറയിക്കണ്ട. സോണി, ഇനി ഒന്നും ശരിയാവൊന്നുമില്ല. ആ ദുർമുഖം കൊണ്ട് അങ്ങേര് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് മുൻപേ ഞാനങ്ങ് പോയേക്കാം. അല്ലാതെ ഇതൊക്കെ എടുത്തു വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എടോ, റഫ് സ്കെച്ചെങ്കിലും കാണിച്ചിട്ട് പോകാനല്ലേ സാറ് പറഞ്ഞത്? സാറ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എന്തോ സോണി, മനസമാധാനം ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം? ഞാൻ വീട്ടിൽ പോയി വർക്ക് ചെയ്തിട്ടേ നാളെ രാവിലെ കൊണ്ടുപോയി കാണിച്ചോളാം. ഉലഹന്നാൻ സാറ്, സാർ ഇറങ്ങുന്നുണ്ടോ? ഞാനും വരാം പിന്നിക്കോടാ. ശരി, ഞാൻ പോവാ. ആയിക്കോട്ടെ. അതെ, അതാ യങ്സ്റ്റേഴ്സ്. കണ്ടു പഠിക്ക്. ഒന്നുകിൽ അവള്, അല്ലെങ്കിൽ ഞാൻ. ആരെങ്കിലും ഒരാളെ ഇനി ആ ഓഫീസിൽ കാണും. നിനക്കിപ്പോ എന്തോ കുഴപ്പം? 6 അടി പൊക്കവും ഗ്ലാമറും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ബ്രെയിനൂടെ കുറച്ച് വർക്ക് ചെയ്യണം. ഈ തിരിച്ചറിവ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, നിനക്കില്ല. ഉണ്ടെങ്കിൽ നീ ഈ പണിക്ക് ഇറങ്ങത്തില്ല. ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചിങ്ങോട്ട് വിടുന്നതേ ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടാ. നിന്റെ ദൗത്യം ഫാഷൻ ലോകത്തെ ഉദ്ധരിക്കലല്ല. നിന്റെ ടാലന്റും ദൗത്യം എന്താണെന്ന് നീ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നീ പോയി അതിൽ സക്സസ് ആവൂ. അല്ലാതെ സൊനാലി ഫാബ്സിനെ മഹത്വവൽക്കരിക്കാൻ നിനക്ക് ഈ ജന്മത്ത് പറ്റില്ല. എന്റെ ഓഫീസിൽ നീ കയറേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചാ അവിടെ തീരും. ഇപ്പൊ ഞാൻ നിനക്ക് തരുന്ന ഒരു ഔദാര്യമായിട്ട് കണ്ടാ മതി.
നീ ഇറങ്ങുന്നോ അതോ ഞാൻ വണ്ടി എടുക്കണോ? ഇനി അപർണ ഒരിക്കലും ഈ ഓഫീസിലെത്തില്ല, ജോലിയും ചെയ്യില്ല. അതെന്റെ തീരുമാനം. അത് നടക്കുകയും ചെയ്യും. മക്കളുടെ മനസ്സിൽ അമ്മമാരറിയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങൾ പുറത്തേക്കെടുക്കാനുള്ള ചില വിദ്യകളായത്. അവരുടെ ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് തഞ്ചത്തിൽ ചോദിച്ചറിയുക. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ പാസ്തയുടെ ലക്ഷ്യം അതാണ്. ചേട്ടത്തി, ചേട്ടത്തി, സിദ്ധു വന്നു കേട്ടോ. വന്നു? ആ വന്നു. ആ പിന്നെ അവള് ഇടിച്ചേറി വന്നിട്ടുണ്ട്. കണക്കിന് കൊടുത്തെന്നാ തോന്നുന്നത്. ചേട്ടത്തി, ഇനി ഈ മുന്നിന് ഓഫീസിൽ പറഞ്ഞു വിടാതിരിക്കുന്ന നല്ലത്. അവളെ നാട്ടിൽ പോട്ടെ, പോയി രക്ഷപ്പെടട്ടെ. അതവളുടെ ചേച്ചിയല്ലേ സുജാതെ പറയണ്ടേ, നമ്മളല്ലല്ലോ. ചേട്ടത്തി സ്ട്രോങ് ആയിട്ടങ്ങ് പറയണം. എന്റെ സുജാതെ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, ഞാനിതൊന്ന് തീർക്കട്ടെ. ആ, തീർത്താ പോരാ. അവന്റെ മനസ്സിൽ ആരാന്ന് ചോദിച്ച് മനസ്സിലാക്കി പേരും നാളും വിലാസം അറിഞ്ഞിട്ട് എന്നോട് പറയണം. ബാക്കിയൊക്കെ ഞാൻ ഏറ്റെന്ന്. ആ സിത്താരെ, നീ ഇതൊക്കെ കഴി വെച്ചിട്ട് അടുക്കളയിലിട്ടൊന്ന് നോക്ക്. ആ, കുഞ്ഞാ, ആ എന്തൊക്കെയുണ്ട്? പോയ പോലല്ലോ വന്നിറങ്ങുന്നത്. രണ്ടായി പോയി, ഒന്നായി വന്നു. നീ എന്തിനാ അവളെ കാറി കയറ്റിക്കൊണ്ട് വന്നത്? അതൊന്നും വേണ്ട കേട്ടോ. ഓഫീസിലുള്ള സ്റ്റാഫിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്നത് MD യുടെ ജോലിയാ. അതെ, നിന്റെ സ്ഥാനം നീ നോക്കണം. പിന്നെ നിന്റെ കൊച്ചറിഞ്ഞാലേ നാണക്കേടാടാ. ആ, മമ്മി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. മമ്മി, മമ്മി, മമ്മി. പറമമ്മി. ഓഫീസിൽ നിനക്ക് ആരോടെങ്കിലും അടുപ്പമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉലഹന്നാൻ, ഡ്രൈവർ, സെക്യൂരിറ്റി, അവിടുത്തെ സ്റ്റാഫുകളെല്ലാം. അതല്ല, നിനക്ക് സൊണാലിയിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും പെൺകുട്ടിയുമായി അടുപ്പമുണ്ടോ? ഇഷ്ടമുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നേ. എന്താ നീ ആലോചിക്കുന്നേ? വിശദീകരണം ഒന്നും വേണ്ട. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടണം എനിക്ക്. സിദ്ധു, പറയട്ടെ? പറ. പറയും. ഉണ്ട്. മമ്മി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയതും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് കേട്ടറിഞ്ഞതും സത്യമാണ്. എനിക്ക് ഓഫീസിലൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തെ ചുറ്റിപ്പറ്റിയാണ് എന്റെ ചിന്തകളും ആലോചനകളും ഒക്കെ.
എനിക്കത് മറന്നൊരു ജീവിതമില്ല. അതാരാണെന്ന് പറ. പറയട്ടെ? പറ. പറയണോ? പറ. എന്റെ വർക്ക്, എന്റെ പ്രൊഫഷൻ. സിദ്ധു, എന്റെ ഓമി അത്രേ ഉള്ളൂ. അല്ല, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നിനക്കൊരു മാറ്റമുണ്ട്. ആ, ഉണ്ടോ? മാറ്റമുണ്ടോ? ശരിയാ, പക്ഷെ അത് നല്ലതിനല്ലേ? നല്ലതിനായാ മതി. നല്ലതു മാത്രമേ ഈ മകൻ തിരഞ്ഞെടുക്കൂന്ന് മമ്മിക്ക് അറിയാലോ. അത് കേട്ടാ മതി. ഈ കുഞ്ഞ് ഓരോന്നും പറഞ്ഞു കൂടിയിട്ടുണ്ട്. സത്യം പറ, മമ്മി പറഞ്ഞളകുന്നാണോ? എന്നാ ഇനി ആ പരിപാടി അങ്ങ് നിർത്തിക്കോളാൻ പറ. കുഞ്ഞയുടെ ലിസ്റ്റിൽ ഇനി ഞാൻ ആളെ എടുക്കില്ലെന്നങ്ങ് പറഞ്ഞേക്ക്. കേട്ടോ? എന്നാ ചെല്ല്. പോട്ടേടാ. എത്തും മുമ്പേ മണം എത്തി. കൈ പൊള്ളും. അതാണ് എന്റെ ആമിക്കുട്ടി. കൈ പൊള്ളും പതുക്കെ. ഒന്നും സാരില്ല. ചൂട്. ആഹാ, പ്രമാദം. സമയൽ സൂപ്പറാ ഇருக்கு. ഇങ്ങനൊരു കൊതിച്ചിപ്പാറും. ഇലയട, അതും എന്റെ ആമിക്കുട്ടി ഉണ്ടാക്കുന്ന ഇലയട. എന്റെ വീക്ക്നെസ് ആണെന്ന് ഞാൻ പ്രത്യേകം പറയണോ? നിന്റെ കൊച്ചുനാളത്തെ ഒരു സംഭവം ഉണ്ട്. ഇലയുടെ ഉണ്ടാക്കി തരണേന്നും പറഞ്ഞ് ഒരു ദിവസം ഒറ്റ കരച്ചിൽ.